നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, ഇന്ത്യയുടെ അഭിമാന സ്ഥാപനം. നിഫ്റ്റിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ സ്വപ്നം ലോകത്തിന്റെ ഫാഷൻ വിപണി. എന്നാൽ കണ്ണൂരിലെ നിഫ്റ്റിന്റെ കുട്ടികൾ ഹിബയും കൃഷ്ണയും വേറിട്ട ഒരു സ്വപ്നമാണ് കണ്ടത്. പഠിച്ച ശാസ്ത്രവും കലയും വിപണി അറിവും പഠിപ്പിച്ച നാടിന് തിരിച്ചു കൊടുക്കാനായിരുന്നു ആ പെൺകുട്ടികളുടെ ധീര നൂതനമായ തീരുമാനം. അങ്ങനെ സൂയി പിറന്നു. കണ്ണൂരിന്റെ കൈത്തറി പെരുമ നമുക്കെല്ലാം അറിയാം. നാടിന്റെ സ്വന്തം തുണികൾക്ക് അത്യാധുനിക പുനർജന്മം കൊടുക്കുന്ന ദൗത്യം സൂയി ഏറ്റെടുത്തു. നാട്ടിൽ നെയ്യുന്ന തുണികൾ നാട്ടിൽ തുന്നി ചിത്രപ്പണി ചെയ്ത് ആഗോള നിലവാരമുള്ള ഉടുപ്പുകളാക്കി സൂയി രംഗത്ത് വന്നു. കേരളത്തിന് കോടി വസ്ത്രങ്ങളുടെ കൂടി ഉത്സവമാണ് വിഷു. 2018 വിഷുവിന് സൂയിയുടെ വ്യത്യസ്ത വേഷങ്ങൾ പുറത്തു വന്നു. സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിന് വേദി സൂയിയുടെ ഫാഷൻ ഷോയുടെ സമുദ്ഘാടന വേദി കൂടിയായി. ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ മുഴുവൻ വാങ്ങി ആ വിഷുക്കാലം സൂയിയെ ഏറ്റെടുത്തു. പിന്നാലെ പ്രളയവും കോവിഡും വെല്ലുവിളികളായി. സൂയിയുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ വെള്ളം കയറി. വലിയ നഷ്ടമുണ്ടായി. പക്ഷേ ഹിബയും കൃഷ്ണയും തുഴഞ്ഞു കയറി. ഏഴ് സൂയി വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. സ്വന്തം ദൃഢനിശ്ചയങ്ങൾക്ക് സൂയി കസവ് കരയിടുന്നു. സൂയി ഒരു വ്യാപാര വിജയ മാതൃക മാത്രമല്ല, സാമൂഹിക സന്ദേശ മാതൃക കൂടിയാണ്. വീട്ടിലിരുന്ന് നെയ്യുന്ന തയ്ക്കുന്ന സ്ത്രീകളുടെ പ്രകാശന വേദിയാണ്. സൂയിയിലെ സ്ത്രീ സാന്നിധ്യം 90% വരും. 20 കൈത്തറി സംഘങ്ങളുടെ തുണിയെടുക്കുന്നു. 30 തയ്യൽ അലങ്കാര തുന്നൽ കലാകാരികൾക്ക് ജോലി നൽകുന്നു. അഭിമാന ആഹ്ലാദങ്ങളോടെ ഞങ്ങൾ വിളിച്ചു നിർത്തുന്നു. അംഗീകാരത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് മലയാളക്കരയുടെ ഈ പൊന്നോമന പുത്രിമാരെ. ഹർഷാരവങ്ങൾ മുഴങ്ങട്ടെ. കോടികളുടെ തിളക്കമുള്ള കരിയറിന്റെ സ്വർഗവാതിൽ തുറന്നു കിടന്നിട്ടും നാടിന്റെ കോടിത്തുണിയെ സ്നേഹിച്ച ഈ പെൺകുട്ടികൾക്കായി നാട്ടിലെ പാവങ്ങളുടെ വ്യവസായത്തിനും വീട്ടിൽ അടുപ്പ് വെളിച്ചം പോലെ ഒതുങ്ങിപ്പോകുമായിരുന്ന വിദഗ്ധ കലാകാരികൾക്കും വേണ്ടി സ്വന്തം സംരംഭം നീക്കിവെച്ച ഈ വാണിജ്യ പ്രതിഭകളെ യുവ സംരംഭകർക്കുള്ള കൈരളി ജ്വാല പുരസ്കാരം ഹിബയ്ക്കും കൃഷ്ണയ്ക്കും.